നമ്മുടെ ഉള്ളിൽ വരുന്നു. When the Holy Spirit comes to us, നമ്മുടെ perceptions മാറും, അല്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. Amen. Hallelujah. Shall sister brother, shall sister brother മോളാ ഇതല്ലേ? Welcome. Amen. Thank you, Lord Jesus. Lord, അപ്പോ പരിശുദ്ധാത്മാവ്, the Holy Spirit, when it comes to us, നമ്മൾ എങ്ങനെ വരുന്നത്? എന്റെ കാര്യമാക്കാനോ എന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ പെർസെപ്ഷൻസും എല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കർത്താവേ, എനിക്ക് കർത്താവെ അന്ന് കാണുന്ന പോലെ തന്നെ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഫിസിക്കലി എല്ലാവരും പറയും, പക്ഷെ എനിക്ക് ആ സ്പിരിച്വലി ആ ആത്മീയ ലെവലിൽ എനിക്ക് കാണാൻ സാധിക്കും. എന്റെ പെർസെപ്ഷൻ മാറിയില്ലെങ്കിൽ, എന്റെ കാഴ്ചപ്പാട് മാറിയിട്ടില്ലെങ്കിൽ, എന്റെ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ, how good is that Holy Spirit for me? Amen. Hallelujah. നമുക്കൊന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, let's look backwards. Amen. Hallelujah. നമ്മുടെ പഴയ ജീവിതത്തിൽ എത്രമാത്രമാണ് നമ്മൾ മാറിയിട്ടുള്ളത്? Amen. How much have we changed? അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. Amen. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ച ഒരു purpose ഉണ്ട്, ഒരു പദ്ധതിയിലേക്കുണ്ട്. ആ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ I need to be sensitive to the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തയ്യാറാകണം. ആ പർപ്പസിലേക്ക് ഞാൻ എത്തണമെങ്കിൽ, ആ പദ്ധതിയിലേക്ക് ഞാൻ എത്തണമെങ്കിൽ. Hallelujah. അപ്പൊ എന്റെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ മാർച്ച് മാസമാണ്, ഇവിടെ ഇന്ന് പല ഓഫീസസിനും വർക്കിംഗ് ആണ്. കാരണം ക്ലോസിംഗ് ആണ്, ക്ലോസിംഗ് ആയി കാരണം ഇന്ന് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 31st കഴിയുമ്പോൾ ബിസിനസ് എല്ലാം പറയും, ആ 31st കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണക്കുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട്, ആ കണക്കുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓഡിറ്ററിന്റെ അടുത്തേക്ക് പോകും. ആ ഓഡിറ്ററിന്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വർഷം ഞാൻ എത്ര ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എല്ലാം അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ കണക്കുകളെല്ലാം ശരിയാക്കുന്നത്. അതുപോലെയാണ് എന്റെ ജീവിതവും. എന്താണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതവും? നമുക്കൊരു ഉള്ളിലേക്ക് ഒരു നോട്ടം ഉണ്ടാകണം. വർഷത്തിന് അവസാനമല്ല, എന്റെ ദിവസമാണ്. പക്ഷെ ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു നോട്ടം ഉണ്ടാകണം. Hallelujah. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? Where am I going? Amen. Hallelujah. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്കാണോ വരുന്നത്? അത് ദൈവത്തിൽ നിന്ന് മാറിയാണ് ഞാൻ പോകുന്നത്. Am I going away from the Lord? Amen. ഒരു ഓഡിറ്റിംഗ് നടക്കുന്ന പോലെ തന്നെയാണ്. Amen. Hallelujah. എന്റെ ജീവിതം ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ട്. I need to look inside me. അത് ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത്? I need the help of the Holy Spirit. എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം വേണം. Amen. Hallelujah. എന്റെ ജീവിതത്തിലേക്ക് നോക്കാൻ, എന്റെ പഴയത് മാറിയിട്ടുണ്ടോ? എന്റെ വചനം പറഞ്ഞുകൂടെ, you are a new creation. ഒരു പുതിയ സൃഷ്ടി ആണെന്ന് പറയുക. ഞാൻ ആ പുതിയ സൃഷ്ടിയിലേക്ക് ആയിട്ടുണ്ടോ? എന്റെ ചിന്തകൾ ഇപ്പം പഴയ ചിന്തകളാണോ? ലോകത്തിന്റെ ചിന്തകളാണോ? എന്റെ സംസാരം ഇപ്പം ലോകത്തിന്റെ പോലെ തന്നെയാണോ? Am I using the worldly terms? ആ worldly fears, അത് ഭയം, ലോകത്തിന്റെ ഭയമാണ് ഇപ്പോഴും എനിക്കുള്ളത്. Amen. Hallelujah. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ Amen. Hallelujah. The King of Kings എന്നുള്ളത്, ആ രാജാവിന് ഒരു മൂവ്മെന്റ് ബാക്കിയുണ്ട്. Amen. Hallelujah. ഒരു മൂവ്മെന്റ് ബാക്കിയുണ്ട്. Amen. Hallelujah. അത് എന്റെ ഉള്ളിലേക്ക് ഒരു നോട്ടം എനിക്ക് ഉണ്ടാകണം. എല്ലാ വർഷവും നമ്മൾ സീരിയസ്ലി നോക്കുന്നതാണ് ഈ ഓഡിറ്റിംഗ് എല്ലാം. Amen. അതുപോലെ തന്നെ അത്രയും സീരിയസ്ലി തന്നെയാണ് ഞാൻ എന്റെ ഉള്ളിലേക്ക് നോക്കേണ്ടത്. കാരണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിലേക്കാണ്. It is from God's purpose. Amen. Hallelujah. Hallelujah. അത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെയാണ്. Amen. Hallelujah. Everybody. Amen. Hallelujah. Thank you, Lord. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. The book of Genesis, chapter 4. The book of Genesis, chapter 4. അതിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, Genesis chapter 4 verses 1 to 15. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയ്യിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയ്യിൽ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലേക്ക് അടിഞ്ഞുകളിൽ നിന്ന് അവയുടെ മേഘത്തിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു. കയ്യിലും അവന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. കയ്യിൽ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം പാടി. എന്നാൽ യഹോവ കയ്യിൽ കൊണ്ട്, നീ കോപിക്കുന്ന എന്തിന്? എന്റെ മുഖം പാടുന്നു എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ
വയലിൽ ഇരിക്കുമ്പോൾ കയ്യിൽ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇതിന്റെ ഇനിമേൽ അതിന് വീര്യം നിനക്ക് കഴിയില്ല. നീ ഭൂമിയിൽ ഉഴന്നടയുന്നവരാകും. കയ്യിൽ യഹോവയോട്, എന്റെ കുറ്റം ഓർപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവന് 7 കെട്ട് പകരം കിട്ടുമെന്ന് അവൻ ചെയ്തു. കയ്യിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. ഒരു അടയാളം അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതൊരു കിഴക്ക് നോർത്ത് ദേശത്ത് ചെന്ന് പാർത്തു. Amen. Then Cain went out from the presence of the Lord. എവിടുന്ന് പോയി? ദൈവത്തിന്റെ സന്നിധിയിൽ പോയി. Then Cain went out from the presence of the Lord and dwelt in the land of Nod on the east of Eden. Amen. Thank you, Lord Jesus, O Lord. Lord, we surrender, Lord Jesus, O Lord. Lord, in the speak to us, Lord Jesus. We praise you, we give you glory, Lord. So may each one of us into your hands. Here it is in Jesus' name, Lord. Father, Lord. 16. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് Amen. To the land of Nod. Amen. Hallelujah. Adam and Eve, നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ആദ്യം അല്ലേ, Adam and Eve, the first people to be created by the Lord. ഈ ആദമും ഹവ്വയും നമ്മുടെ സയൻസും ഇതും ഒക്കെ ഭയങ്കര ഒരു തർക്കമുള്ള ഒരു വിഷയമാണ്. Science has its own way of evolution. ശാസ്ത്രത്തിന്റെ രീതിയുടെ എക്സ്പ്ലനേഷൻ, ഇവല്യൂഷന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താ അവർക്ക് പല എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മൾ മൃഗത്തിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. We come from animals. ആ ആനിമലിൽ നിന്നാണ് നമ്മുടെ ലാസ്റ്റ് ഒരു മനുഷ്യനായത്. പിന്നെ നമുക്ക് അടുത്ത ബിഗ് ബാങ് തിയറിയുടെ ഭൂമിയെല്ലാം ഉണ്ടായതെല്ലാം ഓരോ തിയറീസ് ഉണ്ട്. ഈ തിയറി ബൈബിൾ എപ്പോഴും ഒരു ഡിസ്കഷൻ ആണ്, ഒരു ഡിബേറ്റ് ആണ്. ഇത് എങ്ങനെയാ വന്നത്? പക്ഷേ ഞാൻ വളരെ മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവം എങ്ങനെ സൃഷ്ടിച്ചത്? He was created in his own image and likeness. Amen. Hallelujah. എങ്ങനെ പലർക്കും ഇത് പറയുന്നത് സ്വന്തം സ്വരൂപത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഹ്യൂമന്റെ ഇമോഷൻസ് എല്ലാം നമുക്കുണ്ട്. നമുക്കൊരു മൃഗത്തിന്റെ ഇമോഷൻസ് അല്ല നമുക്കുള്ളത്. നമുക്ക് എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും എന്താണ് നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലൊക്കെ പറഞ്ഞ കാരണം എന്താണ്? നമ്മൾ പ്രാർത്ഥനയിൽ വരുമ്പം, ആരാധനയിൽ വരുമ്പം എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്? നമുക്ക് ദൈവത്തിന്റെ ആ സാന്നിധ്യമാണ് വേണ്ടത്. ആ സാന്നിധ്യം നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. We feel that God's presence is here. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. Hallelujah. ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് we feel the presence of the Lord. ദൈവത്തിന്റെ ആ presence നമുക്ക് എല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ സംഭവിച്ചത്? നമ്മളെ ദൈവത്തെ വിട്ടു ദൈവത്തിനെ ഒന്ന് മാറ്റി വെച്ചപ്പോൾ എന്താണ് നമുക്ക് ആ മൃഗത്തിന്റെ സ്വഭാവത്തിലേക്കാണ് നമ്മളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നത് എനിക്ക് ആൾക്കാരോട് പോലെ പറഞ്ഞോ, I'm not directing at you, but that animal instinct നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മളെ ദൈവത്തെ മാറ്റി വെക്കുമ്പോൾ, when we remove God from our life, നമ്മുടെ ജീവിതം
ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, എന്തോ ആ സർവൈവൽ എന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ആ ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ആ ഒരു എന്തോ കോമ്പറ്റീറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമുക്ക് എല്ലാം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അത് എവിടുന്ന് വരുന്നു? അത് മൃഗത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവം നമ്മളെ എന്താണ് സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും പണിതപ്പം ദൈവത്തിന്റെ ആ പർപ്പസിലേക്ക്, ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്ക് he wants us to reach to his character. Amen. Hallelujah. ആ character നമ്മൾ എവിടെ കാണുന്നത്? നമ്മൾ we see it on the cross. Amen. Hallelujah. ആ ക്രൂശിലാണ് നമ്മൾ ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്ക് വരുന്നത്. Amen. Hallelujah. അപ്പോൾ ഞാൻ എന്താണ്? I don't live a life of competition അല്ല. ഞാൻ മറ്റുള്ളവരെ വെട്ടി വീഴ്ത്താനുള്ള ഒരു സ്വഭാവത്തിലല്ല. Amen. ഞാൻ നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, ആ ക്രൂശിലേക്കാണ്. My example, perfect example, ഒറ്റ എക്സാമ്പിൾ ഉള്ളൂ, അത് ക്രോസ് ആണ്. Amen. Hallelujah. ആ ദൈവം കാണിച്ച എക്സാമ്പിൾ ആണ്. Amen. ആ ഒരു പർപ്പസിലേക്കാണ്, ആ ഒരു പദ്ധതിയിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. Amen. Hallelujah. ആ ഒരു നമുക്കറിയാം, ആദാമും ഹവ്വയും അറിയാം. Hallelujah. അവര് പാപം ചെയ്തപ്പോൾ തന്നെ when they sinned, they were sent out. അവർ അതിന് മുമ്പേ അവർ ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. Amen. Hallelujah. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടന്ന ജനങ്ങളാണ്. Amen. Hallelujah. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് to hear his voice, to walk with him, O Lord Jesus, O Lord. നമ്മുടെ ഏറ്റവും പ്രിവിലേജ് എന്താണ്? നമ്മുടെ പ്രിവിലേജ് നമ്മുടെ ലക്ഷറീസ് ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്, ദൈവത്തിന്റെ കൂടെ നടക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അതാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ഉള്ളത്. Amen. Hallelujah. To walk with him, ദൈവത്തിന്റെ കൂടെ നടക്കാനുള്ളത്. Amen. Hallelujah. നമുക്ക് പ്രാർത്ഥന വിഷയം പലതുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒന്നുമല്ല, പക്ഷേ to walk in the presence of the Lord, ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രിവിലേജ് ദൈവം മക്കൾക്കുള്ളത്. Amen. Hallelujah. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതാണ്. Amen. Hallelujah. Thank you Lord Jesus, O Lord. ഞാൻ ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു ഉറപ്പാണ്. Amen. Hallelujah. ഏറ്റവും വലിയ പ്രിവിലേജ് നമുക്കുള്ളത്. Hallelujah. Thank you Master. ഇതാണ് ഞാൻ നോക്കുന്നത്. Amen. Hallelujah. ഇതാണ് ദൈവത്തിന്റെ ആ സ്വഭാവമുള്ളത്. Amen. Hallelujah. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ പാസേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Amen. Hallelujah. ആ ദൈവത്തിന്റെ സ്വഭാവം. Amen. Hallelujah. ആ പർപ്പസിലേക്ക് ഒന്ന് വരാൻ വേണ്ടി. Amen. Hallelujah. Thank you Lord. Thank you Lord Jesus. Oh Lord, we praise you Lord. ഒരു human desire മാറ്റിയിട്ട് ആ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക്. Amen. Hallelujah. Thank you Master Lord Jesus. We praise you. We praise you Lord Jesus, oh Lord. Hallelujah. Thank you Lord. മൂന്നാമത്തെ 21 വാക്യം, Genesis chapter 3 verses 21. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. Also for Adam and his wife the Lord God made tunics of skin and clothed them. Amen. Tunics of skin. Amen. നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലം അറിയാം. അവർ പാപം ചെയ്തു, അവരെ ഏതും തോട്ടത്തിൽ പുറത്താക്കി. Amen. Hallelujah. Sorry, അത് തൊട്ട് മുമ്പത്തെ വാക്യങ്ങൾ വായിക്കും. 17. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനെയും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. നമുക്കറിയാം, അന്നത്തെ 17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, because cursed is the ground for your sake. നിങ്ങൾ കാരണമാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടു. നമുക്കറിയാം, ആ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സങ്കടം, ദൈവത്തിന്റെ because ദൈവം അവരെ സൃഷ്ടിച്ച ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ദൈവത്തിന്റെ
ഉണ്ടായിരുന്നു. അവിടെ ദൈവം എന്താണ് അവിടെ അവർക്ക് ഒരു വസ്ത്രം കൊടുത്ത് എന്താണ് യഹോവയായ ദൈവം മാതാവിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഒരു ഡ്രസ് ഉണ്ടാക്കി അവരുടെ നെക്ക് അവരുടെ നഗ്നത കവർ ചെയ്തു. ബിക്കോസ് അവർക്ക് നോളജ് ഉണ്ട്, അവർക്ക് വിവരമുണ്ട്, നല്ലതും ചീത്തയും എല്ലാം അവർക്കറിയാം. ഇപ്പൊ അവര് നേക്കഡ് ആണ്. അപ്പൊ ദൈവം എന്താണ് അവരെ കവർ ചെയ്തു. ആ കവറിംഗ് എന്താണ് we see the first sacrifice. ആദ്യത്തെ ഒരു യാഗം നമുക്ക് കാണാൻ സാധിക്കും. ആ തോല് കൊണ്ടാണ് അവരെ കവർ ചെയ്തത്. അപ്പൊ അവിടെ ഒരു യാഗം ഉണ്ടായിട്ടുണ്ട്. ആ യാഗത്തിലാണ് അവരെ കവറിംഗ് നടത്തിയിട്ടുള്ളത്. അവർ നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം മാറി. സ്പിരിച്വലി അവരുടെ ജീവിതം മാറി. അവർ മരണപ്പെട്ടു, ആത്മീയമായിട്ട് അവർ മരണപ്പെട്ടു. They were dead spiritually. പക്ഷെ ദൈവം അവിടെ അവർക്കൊരു കവറിംഗ് കൊടുക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ ഒരു ഹൃദയം. അവരെ വിളിച്ചത് ഒരു പർപ്പസ് ആയിരുന്നു. ആ പർപ്പസിൽ നിന്ന് അവർ മാറിപ്പോയി. പക്ഷെ ദൈവം അവിടെ ഒരു കവറിംഗ് അവർക്ക് കൊടുത്തു. അവരുടെ നഗ്നത അവർ മറച്ചു. He covered their nakedness and you can see the first sacrifice. ആദ്യത്തെ യാഗം നമുക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. That is the heart of the Lord. ഇത്രയും ചെയ്തിട്ടും ദൈവത്തിന്റെ ഒരു കവറിംഗ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം നമ്മുടെ പദ്ധതിയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകരം പിന്നെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. Hallelujah. We have moved out many times. പല വട്ടം നമ്മൾ ആ പദ്ധതിയിൽ മാറിപ്പോയിട്ടും നമ്മളെ ഇവിടെ കൊണ്ടുവരുന്നത് അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. It is just the grace of God. Amen. Hallelujah. Hallelujah. പല വട്ടം ദൈവം ആഗ്രഹിച്ച കാര്യം നമ്മൾ മറന്നുവെച്ചിട്ടുണ്ട്, നമ്മൾ പുറത്തുകൊടുത്തിട്ടുണ്ട്. We have gone away. Amen. Hallelujah. പക്ഷേ it is God's grace. It is just God's grace. Amen. Hallelujah. അപ്പോൾ ഇവിടെ അത് ചെയ്തപ്പോൾ Amen. Hallelujah. ദൈവത്തിന്റെ ഒരു കവറിംഗ് നമുക്ക് കാണാൻ സാധിക്കും. We see a covering on them. Amen. Hallelujah. Hallelujah. Thank you Lord. അതിൽ നമുക്ക് അവരുടെ ജീവിതം അറിയാം. അവരൊരു wandering ആയിരുന്നു. Amen. Hallelujah. അവരെ ആലയത്തിൽ നടന്ന് ആദമോഹമെ നമുക്ക് അറിയാൻ സാധിക്കും. Amen. Hallelujah. Hallelujah. ലക്ഷ്യമില്ലാതെ ആദ്യം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ദൈവത്തെ കൂടെ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമാണ്. Hallelujah. They were wanderers. Amen. Hallelujah. Hallelujah. Thank you Lord Jesus Lord. ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. Amen. Hallelujah. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ആലയത്തിൽ നടക്കാൻ വേണ്ടിയിട്ടല്ല. God has not created you and me to wander. Amen. Aimlessly അല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ച പാപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. God has not created us to live in sin. Amen. Hallelujah. Hallelujah. ദൈവം നമ്മളെ സൃഷ്ടിച്ച് കള്ളത്തരമായ നുണ പറയാൻ വേണ്ടിയിട്ടല്ല. He has not created us to live in a world of lies. Amen. Hallelujah. അതൊന്നുമല്ല. ദൈവത്തിന്റെ ഒരു purpose ഉണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. Amen. Hallelujah. Thank you Lord Jesus Lord. പക്ഷേ ദൈവം എപ്പോഴും നമുക്കൊരു ചോയ്സ് തരും. Amen. Hallelujah. To choose. God gives us a choice. Amen. Hallelujah. ദൈവം നമുക്കൊരു ചോയ്സ് തരും. Amen. Hallelujah. Thank you Lord. നമ്മുടെ ഫ്ലഷ്ലി ഡിസൈർസ് ഉണ്ട്, നമ്മുടെ ഭൂമിയുടെ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഒരു ചാലഞ്ചസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഡിസൈർസ് ഉണ്ട്. ഈ earthly മറ്റേ നമ്മുടെ ഡിസൈർസ് ഒക്കെ നോക്കിക്കോ, ലോകത്തിന്റെ ഡിസൈർസ് ഒക്കെ തന്നെയാണ് നമുക്കുള്ളത്. We have all the worldly desires in us. അപ്പോൾ ഈ ഒരു ചോയ്സ് ആണ് ദൈവം തരുന്നത്. ദൈവത്തിന്റെ പർപ്പസിലേക്കാണ്. Are we moving to the purpose of the Lord? If you see the ഇതൊന്ന് വായിച്ചിട്ട് we'll come back to those verses later. ഇത് വായിച്ചിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് പിന്നീട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരികളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് മാത്രമേ. ദുഷ്ടാത്മ സേനയോട് അത്രേ. Can someone read in English also? Ephesians 6:12. For our struggle is not against flesh and blood, but against rulers, against the powers, against the world forces of darkness. Amen. അപ്പോൾ നമ്മുടെ struggle ആർക്കെതിരെയല്ല? ജഡരക്തങ്ങളോടല്ല. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. പക്ഷേ നമ്മുടെ ഇത് അവസരം അപ്പൊ ഈ പ്രിൻസിപ്പാലിറ്റീസ്, ഈ അന്ധകാരത്തെ പ്രിൻസിപ്പാലിറ്റീസ് എതിരെയാണ് നമ്മുടെ പോരാട്ടമുള്ളത്. പോരാട്ടം ജഡരക്തങ്ങളോടല്ല. പക്ഷെ എന്റെ ഉള്ളിലുള്ള ജഡമോഹങ്ങൾ എനിക്കുണ്ട്.
അത് കഴിഞ്ഞ് നമുക്ക് ഈ വാക്യം നാലാമത്തെ ജെനസിസ് ചാപ്റ്റർ 4 verses 1 to 5 1 മുതൽ 5 വരെ. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി. കൃഷിക്കാരനുമായി. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി. അപ്പോൾ നമുക്ക് അവിടെ കാണുന്നത് and in this process of time it came to pass that Cain brought an offering of fruit of the ground of the Lord. മൂന്നാമത്തെ വാക്യം. കയീൻ കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. കയീൻ ആരായിരുന്നു? കൃഷിക്കാരനായിരുന്നു. അപ്പൊ കൃഷിക്കാരൻ ആ കൃഷിയുടെ ഒരു വഴിപാട് കൊണ്ടുവന്നു. പിന്നെ from the what he was a shepherd, അപ്പൊ ആട്ടുംകൂട്ടത്തിന് കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. And Abel brought of the firstborn of his flock of their fat, and the Lord respected Abel and his offering, but he did not respect Cain and the offering. And Cain was very angry, and his countenance fell. Cain കൊണ്ടുവന്നു, ആബേലും കൊണ്ടുവന്നു. Cain also brought an offering, Abel also brought an offering. പക്ഷേ ദൈവം പ്രസാദിച്ച ആബേലാണ്. Why did God reject Cain? കൈനെ എന്തുകൊണ്ടാണ് reject ചെയ്തത്? കൈൻ ഒരു കൃഷിക്കാരൻ കൃഷി തന്നെ കൊണ്ടുവന്നു. ആബേൽ ആട്ടിടയനായിരുന്നു. അവിടെ നിന്ന് നമുക്ക് പറയാം കൈന് ഒരു സിൻസിയറിറ്റി ഇല്ലാന്ന് പറയാം, ഏബിൾ സിൻസിയർ ആണെന്ന് പറയാം. Probably, അല്ലേ? Probably. Cain was not sincere in his offering. Abel was sincere in his offering. Where are the thoughts about? Where are the considered order? അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ പോയാൽ തന്നെ നമുക്കറിയാം സിൻസിയറിറ്റി മാത്രമല്ല ആവശ്യമുള്ളത്. സിൻസിയറിറ്റി മാത്രമല്ല നോട്ട് സിൻസിയർ ആയിട്ട് വന്ന് തന്നാലും. പക്ഷെ അവിടെ നമുക്ക് കാണാവുന്ന ഒറ്റ കാര്യം മാത്രമേ ദൈവത്തിന് ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫറിംഗ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു യാഗം കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഓഫറിംഗ് ദൈവത്തിലേക്ക്
സാക്രിഫൈസ് ഉണ്ടാകണം. വിശ്വസിക്കുന്നവരുടെ സ്തോത്രം പറയട്ടെ. Hallelujah. Thank you Lord Jesus. We praise you. We praise you Lord Jesus Lord. ആ വാക്യം നിങ്ങൾ വായിക്കണം. Amen. Hallelujah. Verse 4. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ എന്താണ്? Because God knows ഇതിന് എല്ലാം ഒരു sacrifice ഉണ്ട്, ഒരു യാഗമുണ്ട്. ആ sacrifice ആണ് ദൈവം സന്തോഷിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 17-15 വാക്യങ്ങൾ നമ്മൾ എടുക്കാം. Leviticus chapter 17 verse 11. എബ്രായലേഖനം 9-22 വാക്യങ്ങൾ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ല ഒഴുകുന്നത്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ല ഒഴുകുന്നത്. ആ യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രയാസം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരുന്നു. ഞാൻ അവിടെ എപ്പോഴും നമ്മൾ ഒരു യാഗത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എബ്രായലേഖനം 9-22 വാക്യം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. അപ്പൊ അവിടെ എല്ലാം ഒരു യാഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പിന്നെ നമുക്കൊരു ഡിബേറ്റിംഗ് മൈൻഡ് ഉണ്ടെങ്കിൽ, ഒന്ന് തർക്കിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കില്ലല്ലോ. കെയ്ൻ എങ്ങനെയാണെന്ന് അറിയുന്നത്? ഹൗ വിൽ കെയ്ൻ നോ? കെയ്ൻ എങ്ങനെ അറിയാം ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്, ഇതാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്? എങ്ങനെയാണ് കെയ്ൻ അറിയാവുന്നത്? നമുക്കിന്ന് നമ്മുടെ കയ്യിൽ വചനമുണ്ട്, നമുക്കറിയാം ദൈവത്തിന് എന്താണ് ഇഷ്ടപ്പെടുന്നത്. അന്ന് കെയ്ൻ ഇതൊന്നും അറിയത്തില്ലല്ലോ. ആകെ അറിയുന്ന ആവേഗം അമ്മയും my parents sinned and we were out. How do I know what pleases God? Amen. Hallelujah. നമുക്കത് പറയാൻ സാധിക്കും. നമുക്ക് അറിയില്ലാത്ത കെയ്നൊന്ന് ക്ഷമിച്ചു വിടാം. Amen. Hallelujah. പക്ഷേ നമുക്ക് അത് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇതെല്ലാം അറിയുന്നത് with the fellowship with the Lord. ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. Amen. Hallelujah. ഇന്ന് നമ്മുടെ കയ്യിൽ വചനം ഉണ്ടെങ്കിലും, if you have the word of God, still you might not know the heart of the Lord. കയ്യിൽ വചനം ഉണ്ടെങ്കിലും ദൈവത്തെ ഹൃദയം അറിയാൻ സാധ്യത. അത് അറിയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ആ ഹോളി സ്പിരിറ്റ് ആയിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. ആ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഓരോ കാര്യം അത് റിവീൽ ചെയ്ത് തരുന്നുള്ളൂ, അത് വെളിപ്പെടുത്തി തരുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ബൈബിൾ കയ്യിലുണ്ട്, എല്ലാ കാര്യവും ഉണ്ടായിരിക്കും, പക്ഷെ ദൈവത്തെ ഹൃദയം അറിയണമെന്ന് സാധ്യമല്ല. ഹല്ലേലൂയ. ആ ഒരു കൂട്ടായ്മയാണ് ഞാൻ പറയുന്നത്. ആ ഒരു കൂട്ടായ്മ പറയുമ്പോൾ ഇവിടെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മ. ആമേൻ. ഹല്ലേലൂയ. I want to sit in the presence of the Lord. അങ്ങനെയാണ് ഞാൻ I feel the presence of the Lord. I need to know the Lord. എനിക്ക് ദൈവത്തെ ഇനിയും അറിയണം. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു കൂട്ടായ്മ വരുമ്പോഴാണ് ദൈവം ഓരോ കാര്യം something new he will reveal. Amen. Hallelujah. ദൈവത്തെ ഹൃദയം അറിയാൻ സാധിക്കണം. Amen. Hallelujah. നമ്മളെ ആ പർപ്പസിലേക്ക്, ആ പദ്ധതിയിലേക്ക് വിളിച്ചിരുത്തോളം ആ ദൈവത്തെ ഹൃദയം അറിയാമെന്നാണ്. ആ ഹൃദയം അറിയാതെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല, ദൈവമേ I am your son. Amen. Hallelujah. എനിക്ക് ദൈവത്തെ ഹൃദയം അറിയണം. Amen. Hallelujah. ദൈവത്തിന് എന്തുവാണ് ഇന്ന് ഇഷ്ടപ്പെടുന്നത് ഞാൻ അറിഞ്ഞിരിക്കണം. Amen. Hallelujah. Hallelujah. What is your life? What do you want me to do today? ഇന്ന് എന്തുവാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ മക്കളായ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയുന്നത് എങ്ങനെയാണ്? ദൈവമായിട്ടൊരു കൂട്ടായ്മ, ആ പരിശുദ്ധാത്മാവായിട്ടൊരു കൂട്ടായ്മ. Amen. Hallelujah. I need that fellowship. Amen. Hallelujah. I want that fellowship. Amen. Hallelujah. നമ്മളെല്ലാവരും തിരക്കുള്ള മനുഷ്യരാണ്. We are all busy. Amen. Hallelujah. പക്ഷേ God wants ഈ ബിസിനെസ്സിലും ഈ തിരക്കിലും ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകണം. Amen. Hallelujah. കാരണം നിങ്ങളുടെയും എന്റെയും കയ്യിലും അല്ല. It is not in your and my hands. The last move is in the King of Kings. രാജാധിരാജന്റെ കയ്യിലാണ് അവസാനത്തെ മൂവ് ഉള്ളത്. Amen. Hallelujah. അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്താണ്? ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു കൂട്ടായ്മയാണ് എനിക്ക് വേണ്ടത്. I need that fellowship. Amen. Hallelujah. Thank you Lord Jesus. Lord, കയ്യിലും അവയുടെ കയ്യിലും ആ വചനമില്ലാത്തോ, they never had the word of God with them. പക്ഷേ Abel knew the heart of the Lord. അവന് അറിയാമോ ഒരു യാഗം ആവശ്യമുണ്ട്. Amen. Hallelujah. ആ യാഗമാണ് ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ആ ഫസ്റ്റ് ബോർണിനെ ആദ്യം ചേർന്ന ഒരു ആട്ടുകുട്ടിയെ. Amen. Hallelujah. അത് അറിഞ്ഞത് എങ്ങനെയാണ്? ആ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. He knew. Amen. Hallelujah. അതുകൊണ്ടാണ് God was happy with
Abel. Amen. Hallelujah. Hallelujah. കൈനിന് നമുക്ക് അറിയാം അടുത്ത വാക്യം പറഞ്ഞതാണ് കൈന് ആവശ്യം വന്നു. He became angry. Amen. Hallelujah. ഞാനും ഇത്രയും സാക്രിഫൈസ് കൊടുത്തിട്ടുണ്ടല്ലോ. Amen. Hallelujah. സാക്രിഫൈസ് കൊടുത്തു. പക്ഷേ ദൈവത്തെ ഹൃദയം മറന്നില്ല. എത്ര മനസ്സിലാവുന്നുണ്ട്? Hallelujah. നമ്മുടെ ഓരോ കാര്യങ്ങളും Amen. Hallelujah. ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു. He should be pleased. Amen. Hallelujah. അഞ്ചാമത്തെ വാക്യം കേൾക്കാം. കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കൈയിനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിന് ഏറ്റവും കോപമുണ്ടായി. And Cain was very angry. Amen. And Cain was very angry. And his countenance fell. അവന്റെ മുഖം വാടി. അവന്റെ മുഖം വാടി. Amen. അവന്റെ മുഖം വാടി. Amen. ആദ്യ പ്രസൻസാണ് ദൈവത്തിന്റെ സന്നിധിയിലാണ്. Amen. ദൈവത്തിന്റെ സന്നിധിയിലാണ് കൈയിൽ നിൽക്കുന്നത്. He was standing in the presence of the Lord and he was angry and അവന്റെ മുഖം വാടിപ്പോയി. His countenance fell. Amen. Hallelujah. His countenance fell. Amen. Hallelujah. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. Amen. അവിടെ കൈനിന്നുള്ള ദൈവത്തെ ഹൃദയം അറിയാൻ because എന്റെ യാഗം why did you reject? ഞാൻ ഇത്രയും കൊണ്ടത് how can you accept Abel? ആബേലിനെ accept ചെയ്ത് ആബേലിന്റെ യാഗത്തിൽ എന്തിനാണ് സന്തോഷപ്പെടുന്നത്? ഞാൻ കൊന്നതിന് അവിടെ ഞാൻ നോക്കാൻ നോക്കുമല്ല. പക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞവിടെ നമ്മുടെ ആനിമൽസ് why അവിടെ തന്നെ നമുക്ക് കാണാം ഒരു hatredness കാണാൻ പറ്റും. സ്വന്തം സഹോദരനായിട്ട് ഒരു hatredness, സ്വന്തം സഹോദരനായിട്ട് ഒരു jealousy. ഞാൻ കൊണ്ടുവന്നു, നിങ്ങളും കൊണ്ടുവന്നു. Amen. Hallelujah. God is partial. ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താ ദൈവമേ why did you not accept? നീ നല്ല ചോദ്യം കാണുന്നത് ഞാൻ എന്തോ മാറ്റി തരണോ ഒന്നും അല്ല ചോദിക്കുന്നത്. പക്ഷേ he was angry. Amen. He was angry. എന്നാണ് യഹോവ കയ്യിനോട് നീ കോപിക്കുന്നത് എന്തിന്? Why are you angry? നിന്റെ മുഖം പാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. Amen. Amen. നീ അത് കീഴടക്കണം. And the Lord said, in the amplified version, why can I read today? Easy to understand. And the Lord said to Cain, why are you angry and why do you look at annoyed? എന്തിനാ കോപിക്കുന്നു? എന്തിനാണ് ഇതിന്റെ മുഖം വാടിയിരിക്കുന്നത്? If you do well, believing me and doing what is acceptable and pleasing to me, will you not be accepted? If you do well. നീ കോപിക്കുന്നത് എന്തിന്? നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം പാടുന്നത് എന്തിന്? നിന്റെ മുഖം പാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? പ്രസാദം ഉണ്ടാകുന്നില്ലയോ? If you do well, believe. എന്തിനും amplified version ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ if you do well, നിങ്ങൾ നല്ല ചെയ്യുമ്പോൾ എന്നെ വിശ്വസിച്ച് നന്മ ചെയ്യുവാണെങ്കിൽ doing what is acceptable and pleasing to me, എനിക്ക് സ്വീകാര്യമായതും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാണെങ്കിൽ will you not be accepted? എനിക്ക് എന്നെ അറിഞ്ഞ് എന്നെ വിശ്വസിച്ച് എനിക്ക് ആഗ്രഹമുള്ളത് ചെയ്യുവാണെങ്കിൽ നിന്റെ ഓഫറിംഗും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് ദൈവം കൈയോട് ചോദിക്കുകയാണ്. എന്റെ ആഗ്രഹം അറിയാനുള്ളത്. ആബേലിന് ദൈവത്തിന് എന്തുവാണ് ആഗ്രഹമുള്ളത് അറിഞ്ഞു. ആബേലിന് എന്തുവാണ് ദൈവത്തിന് എന്തുവാണ് സ്വീകാര്യമുള്ളത് അറിഞ്ഞു. ആ ആബേൽ അത് കൊണ്ടുവന്നു. കയ്യിൽ നോക്കിയില്ല. കയ്യിൽ ഒരു ഓഫറിംഗ് കൊണ്ടുവന്നു. പക്ഷെ ദൈവത്തിന് ആഗ്രഹമുള്ളതാണോ ചെയ്തത്? ദൈവത്തിനെ സന്തോഷിക്കുന്നതാണോ ചെയ്തത്? അത് അന്വേഷിക്കാൻ പോയില്ല. ദൈവത്തിനെ വിശ്വസിച്ചിട്ടാണോ ചെയ്തത്? അല്ല ചെയ്തത്. അപ്പൊ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ ദൈവത്തിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. I believe in God. Amen. Hallelujah.
Hallelujah. Thank you, Lord. ഇന്ന് നമ്മൾ ഇത് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിലും അതൊരു പ്രവൃത്തിയാക്കി മാറ്റാനല്ല. Hallelujah. I love you, Lord. അങ്ങനെ സ്നേഹിച്ച പോലെ കർത്താവേ, Hallelujah. Thank you, Lord. ഞാൻ യോഗ്യനല്ലാത്ത ഒരാളെ ദൈവം എന്നെ യോഗ്യതയായ ഒരാളാക്കി മാറ്റിയത് കർത്താവേ. എനിക്ക് വേണ്ടിയിട്ട് ആ ക്രൂശിൽ കിടക്കുന്ന Hallelujah. അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇത് എനിക്ക് മറ്റുള്ളവരുടെ അടുത്തും എനിക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യം, മറ്റുള്ളവരോടും ഈ സ്നേഹം ഇതൊന്ന് പങ്കുവെക്കണ്ടേ. Hallelujah. അതൊരു ഉള്ളിലുള്ള ആഗ്രഹത്തോടെ അല്ലെങ്കിൽ Hallelujah. അത് ഞാനൊരു സാക്രിഫിഷ്യലി ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഈഗോ നമ്മളെ താട്ടും. വേണ്ട, ഇവർക്ക് വേണ്ട, അവർക്ക് വേണ്ട, നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. Hallelujah. Thank you, Lord Jesus, oh Lord. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ ഇത് വെറും ഒരു പ്രവൃത്തിയായി മാറണം. It is just another act of mercy. Hallelujah. അവിടെ നിന്നാണ് അത് Hallelujah. അപ്പൊ നമുക്ക് യോഹന്നാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. In the beginning there was word. അപ്പൊ അവിടെ ആദി തന്നെ വചനം ഉണ്ടായിരുന്നു. പക്ഷെ ആ there was no written word ഒന്നുമില്ല. written word ഇല്ല. പക്ഷെ എന്താണ് ആ കൂട്ടായ്മ ഉണ്ടായിരുന്നു, ആ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വചനം ജഡമായ അത് യേശു ക്രിസ്തു. ഇനി ഞാൻ എന്താണ് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഇവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. 7-ാമത്തെ വാക്യം 34:7 Genesis chapter 4. നീ നന്മ ചെയ്യുന്നവരിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. If you do well, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ, if you do well, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് believing me and doing what is acceptable and pleasing to me, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എന്തോ സ്വീകാര്യമുള്ളത്, എന്നെ എന്തോ സന്തോഷമുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ acceptable ആയി മാറില്ലേ? Would you not be acceptable by me? അപ്പൊ എന്റെ ഓരോ കാര്യങ്ങൾ I believe in Christ Jesus. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന്റെ ആ യാഗം ഞാൻ കാണുന്നു. അത് എന്താണ് സംഭവിച്ചത്? യേശു പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നില്ല. I am going to give you a helper. ഒരു സഹായിയെ ഞാൻ തരുന്നു. Hallelujah. ആ സഹായിയെ എത്രമാത്രം ഞാൻ സഹായം എടുക്കുന്നുണ്ട്. How much time I am taking the help of the helper. അപ്പൊ ആ ഹെൽപ്പ് എടുക്കുമ്പോൾ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് മരിച്ച യേശു, the Lord who died for me, Jesus Christ. ആ യേശു എന്തുവാണ് ഇഷ്ടപ്പെടുന്നത്? What does it please his head? ആ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. I need to have that fellowship. Amen. Hallelujah. ഇന്നിവിടുന്ന് പോകുമ്പോൾ, മടങ്ങി പോകുമ്പോൾ, when we go back from here, amen. Hallelujah. I need to have that fellowship, Lord. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് അങ്ങേ അറിയണം. I want to know you more, Lord Jesus, Lord. എനിക്ക് അങ്ങേക്ക് എന്തുവാണ് ഇഷ്ടപ്പെടുന്നത്? What does it please you, Lord Jesus, Lord? അങ്ങേക്ക് എന്തുവാ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് അത് ചെയ്യണം കർത്താവേ. Hallelujah. എന്റെ ഒരു ഡ്യൂട്ടി പോലെയല്ല ഞാൻ ചെയ്യുന്നത്. അങ്ങേക്ക് എന്തുവാ ഇഷ്ടമുള്ളത്? അങ്ങേക്ക് എന്തുവാ സ്വീകാര്യമുള്ളത്? അങ്ങ് വിശ്വസിച്ച് accepting what you want, Lord, pleasing pleasing you, Lord Jesus, Lord, and believing in you, Lord Jesus, Lord. Hallelujah. അങ്ങ് വിശ്വസിച്ചോടെ. Hallelujah. അതാണ് എനിക്ക് വേണ്ടത്. ആ ഒരു കൂട്ടായ്മയാണ് എനിക്ക് വേണ്ടത്. Hallelujah. Thank you, Lord. We can love. Thank you, Lord Jesus. We praise you, Lord Jesus, Lord. Hallelujah. Thank you, Master, Lord Jesus, Lord. Thank you, Lord, for your cross, Lord Jesus, Lord. Hallelujah, Lord, to do what it pleases you, Lord Jesus, Lord. യേശു എല്ലാ കാര്യം ചെയ്തപ്പോൾ സ്വന്തം പിതാവിനെ what God is pleased with him, Lord Jesus, Lord. Hallelujah. Thank you, Master, Lord Jesus, Lord. Hallelujah. We praise you, Lord Jesus, Lord. We give you glory, Lord Jesus, Lord. Thank you, Lord Jesus. We praise you, Lord. What did we go about? നീ നന്മ ചെയ്യുന്നതിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു.
എന്താണ്? നീ നന്മ ചെയ്തെങ്കിൽ Will you not be accepted? നീ ഇതിന്റെ ഒരു സ്വീകാര്യമാകുന്നില്ലേ? ഒരു വളരെ കൊണ്ടുപോയി. നീ നന്മ ചെയ്തെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin crouches at your door. Its desire is for you to overpower you, but you must master it. പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. അതിന്റെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. നീ അത് അതിനെ കീഴടക്കണം. Amen. നീ അതിനെ കീഴടക്കണം. ഈ വാക്യം ഉൽപ്പത്തി പുസ്തകം, this is written in Genesis, അല്ലേ? 4-ാം അധ്യായം. പക്ഷേ ഇത് ഇപ്പോഴും today also. അപ്പൊ ഞാൻ എനിക്ക് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ലെങ്കിൽ, ദൈവത്തിന് എന്തോ സ്വീകാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ദൈവത്തിനെ വിശ്വസിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? പാപം എന്റെ വാതിൽക്കൽ തന്നെ കിടക്കണം. അത് ഉൽപ്പത്തിയിൽ Genesis, പക്ഷെ ഇപ്പോഴും അത് ആപ്ലിക്കബിൾ ആണ്. It is still applicable. കാരണം എന്റെ വാതിൽക്കൽ പാപം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇതെന്തോ ചെയ്യേണ്ടത്? മാസ്റ്റർ ചെയ്യണമെന്നാണ്. അതിനെ കീഴടക്കാൻ കീഴടക്കണം. യു ഹാവ് ടു മാസ്റ്റർ ഇറ്റ്. കീഴടക്കണം. എനിക്ക് ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ എന്റെ വാതിൽക്കൽ തന്നെ ഒരു കാര്യം ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. Remember this, if I have no fellowship with the Lord, ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ പാപം എന്റെ വാതിൽക്കൽ തന്നെ കിടപ്പുണ്ട്. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. പാപം എന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്. അപ്പൊ ദൈവമായിട്ട് ഒരു കൂട്ടായ്മ, ദൈവത്തിന്റെ ആഗ്രഹം എനിക്ക് അറിയിക്കുന്നെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? പാപം എന്റെ വാതിൽക്കൽ തന്നെ കിടപ്പുണ്ട്. It is very close to you. നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പാപം ഇരിക്കുന്നത്. വലിയ ദൂരമൊന്നുമല്ല. ഞാൻ അവിടെ പോയിട്ട് വലിയ പാപത്തിലേക്ക് വീഴുന്നല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. The moment ആ ഒരു കൂട്ടായ്മ കഴിയുമ്പോൾ തന്നെ ഞാൻ പാപത്തിലേക്ക് കയറുവാണ്. എത്ര മനസ്സിലാവുന്നു? അപ്പൊ എപ്പോഴും എന്റെ ആഗ്രഹം ദൈവം അവിടെ പറയുന്നത് വാർണിംഗ് കൈകാണികളും ഇന്ന് പലകാലം നമ്മളോടാണ് ദൈവം പറയുന്നത്. ഞാൻ എനിക്ക് ഈ കൂട്ടായ്മ വിട്ടിട്ട് പോകാൻ പറ്റുന്ന കൂട്ടായ്മയാണ് ദൈവമായിട്ട് with God. The fellowship with the Lord, fellowship with the Spirit, പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ. എനിക്ക് ആ ഒരു കൂട്ടായ്മ വേണം കർത്താവേ. കാരണം എന്നോട് എനിക്ക് ബോധ്യമുണ്ട് ഈ കൂട്ടായ്മ വിട്ടാൽ ഞാൻ അങ്ങനെ പാപത്തിലേക്ക് വീഴും. I will fall in sin. അങ്ങനെ അത് തന്നെ അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. അവന്റെ ആഗ്രഹം എന്താണ്? നിങ്ങളിലേക്കാവുന്നു. നിങ്ങളിലേക്കാവുന്നു. Amen. Hallelujah. How does it say in English? And if you do not now don't, and its desire is for you. എന്താണ് അത്? പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം അതിന്റെ ആഗ്രഹം, its desire എന്താണ്? നിങ്ങളിലേക്കാവുന്നു. It is on you എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാണ്? നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ട്. Amen. Hallelujah. ഞാൻ എവിടെ ഓഫീസിൽ ഇരുന്നാലും, കടയിൽ ഇരുന്നാലും, ഭവനത്തിൽ ഇരുന്നാലും, ജോലിയിൽ ഇരുന്നാലും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ദൈവമായിട്ട് എത്ര ആഗ്രഹമുണ്ടോ അത് വേറെ അത് മാറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ആഗ്രഹം എന്താണ്? നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. It is desire to be on you. It's on you. Amen. അതിന്റെ ഡിസയർ ഒരു വല്ലാത്ത ഡിസയർ എപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെ പാപത്തിലേക്ക് എങ്ങനെയുള്ള ഒരു വീഴ്ചയാണ്. Amen. അതുകൊണ്ടാണ് അതിന്റെ ആഗ്രഹത്തിൽ ഇരിക്കുന്ന കാരണമാണ് എപ്പോഴും 24 മണിക്കൂറും എനിക്ക് ആ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ആരോട്? ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ വേണം. I need a fellowship with the Lord. ആ ഫെലോഷിപ്പ് വിട്ട് പോകുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ earthly desire ആണ് എന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളാണ് എന്റെ ഉള്ളിൽ വരുന്നത്. ഈ ലോകത്തിന്റെ മോഹങ്ങളാണ് എന്റെ ഉള്ളിൽ വരുന്നത്. ഈ ലോകത്തിന് ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു ചിന്തകളാണ് എനിക്ക് ഉള്ളത്. Amen. Hallelujah. Thank you, Lord. അപ്പോൾ everything of the worldly thing comes upon me because എന്താണ്? ആരാണ് വാതിൽക്കൽ ഇരിക്കുന്നത്? Who is on the door? പാപം. Amen. Hallelujah. Sin is on the door. Amen. Hallelujah. എപ്പോഴും നമ്മൾ ഓർക്കണം. Amen. Hallelujah. കൂട്ടായ്മ വിട്ടാൽ എന്താണ് ആകുന്നത്? The moment you
fellowship with the Lord. ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ കിട്ടിപ്പോയിരുന്നോ അവിടെ നിന്ന് പാപം അവിടെ തന്നെ വലിയ ദൂരമൊന്നുമില്ല. It is very much there. അവിടെ തന്നെ വായിച്ചു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. നീയോ അതിനെ കീഴടക്കണം. നീയോ അതിനെ കീഴടക്കണം. Amen. Hallelujah. For you, but you should rule over it. Amen. Hallelujah. You should rule over it. Amen. The amplified version doesn't like that. Its desire is for you to overpower you, but you must master it. Amen. Hallelujah. The amplified version. You must master it. Amen. Hallelujah. നീ അതിനെ കീഴ്പ്പെടുത്തണം, ഓവർപവർ ചെയ്യണം. മാസ്റ്റർ എന്ന് പറയുന്നത് പാപത്തിന്റെ മേലിൽ ഞാൻ എന്റെ മാസ്റ്റർഷിപ്പാണ് കൊണ്ടുവരുന്നത്. ഐ എം മാസ്റ്ററിംഗ് ഓവർ ഇറ്റ്. Amen. Hallelujah. പാപത്തിന് എന്നിൽ ഒരു അധികാരമില്ല. കാരണം എന്താണ്? ഞാൻ അത് മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ആരുമായിട്ട് എന്റെ മാസ്റ്ററായിട്ട് എനിക്ക് ഒരു കൂട്ടായ്മയുണ്ട്. എന്റെ ദൈവം എന്റെ പിതാവായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് when I have a fellowship, എന്റെ മാസ്റ്റർ എന്താണ്? ആ പാപത്തിന്റെ മേലിൽ ഒരു മാസ്റ്റർഷിപ്പ് കൊണ്ടുവരുവാണ്. എനിക്ക് അതിൽ ഒരു ബന്ധവുമില്ലാണ്ടാവണം. Amen. Hallelujah. അതുകൊണ്ടാണ് you must master എന്ന് പറയുന്നത് എന്താണ്? You must overpower എന്ന് പറയുന്നത് നമുക്കത് പറ്റത്തില്ല. പക്ഷെ എന്റെ പിതാവും ദൈവം അത് ക്രൂശിൽ കാണിച്ചിട്ടുണ്ട്. Amen. Hallelujah. He has shown me on the cross. Amen. Hallelujah. എനിക്ക് അതുകൊണ്ട് എന്റെ ഹോളി എനിക്ക് തന്ന പരിശുദ്ധാത്മാവായിട്ട് ആ കൂട്ടായ്മയിൽ വരുമ്പോഴാണ് എനിക്ക് ഈ പാപത്തിന് മേൽ ഒരു മാസ്റ്റർഷിപ്പ് വരുന്നത്. Amen. Hallelujah. അതിനൊരു മാസ്റ്റർഷിപ്പ് ഉണ്ട്. അതിനെ ഓവർ പവർ ചെയ്യാനുള്ള ശക്തിയാണ്. നിങ്ങളുടെയും എന്റെയും ശക്തിയല്ല ഇതൊന്നും മാസം ചെയ്യാനുള്ളത്. Amen. Hallelujah. അതുകൊണ്ടാണ് എഫെസ്യർ 6:12 പറഞ്ഞത്. എന്ന് ഒന്നുകൂടെ വായിച്ചു. Ephesians 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപത്യങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. അപ്പം ജഡരക്തങ്ങളോടല്ല. അപ്പൊ ഞാൻ എന്താണ് അവന്റെ ആയ മാസ്റ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ എന്റെ പാപം എന്റെ അടുത്ത് തന്നെയുണ്ട്. എനിക്ക് ദൈവമായിട്ട് ഒരു കൂട്ടായ്മ വരുമ്പോൾ തന്നെ എന്താണ്? It is not with the flesh or anything. പക്ഷേ ഈ പ്രിൻസിപ്പാലിറ്റീസിന് എതിരെയാണ് ഞാൻ എന്റെ our struggle, our fight. നമ്മുടെ ജഡരക്തങ്ങളോടൊന്നുമല്ല. പക്ഷെ എന്റെ ഫൈറ്റ് എന്താണ്? ഈ പ്രിൻസിപ്പാലിറ്റീസ് എതിരെയാണ്. ഈ പ്രിൻസിപ്പാലിറ്റീസ് എതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത് എന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, എന്റെ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മയാണ്. Amen. Hallelujah. അത് ആ കൂട്ടായ്മയാണ് I can master over it എന്ന് പറയുന്നത്. I can overpower it. Amen. Hallelujah. അപ്പോൾ ദൈവം കൈനോട് പറയുന്നതാണ്, കൈനെ എനിക്കും കൈനെ തന്നെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. Like your brother. എനിക്കും. പക്ഷെ എന്താണ് നിങ്ങൾ ആ ആയിട്ട് ആ ഒരു കൂട്ടായ്മയിലേക്ക് ഒന്ന് വരിക, ഒരു ഫെലോഷിപ്പിലേക്ക് വരിക. എനിക്ക് ആഗ്രഹം എന്താണ്? നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. Amen. Hallelujah. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും ഞാൻ ഇരിക്കുമ്പോഴും എവിടെ ഇരുന്നാലും Amen. Hallelujah. I want to know what pleases God. ദൈവത്തിന് എന്താണ് സന്തോഷം വരുന്നത് അത് ഞാൻ അറിഞ്ഞിരിക്കണം. Amen. Hallelujah. I need to know what pleases God. Amen. Hallelujah. Thank you, Lord Jesus, O Lord. Hallelujah. We praise you, Lord Jesus, O Lord. Amen. Hallelujah. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല ദൈവത്തിനോട് പറയാനുള്ളത്. അത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. You are free to speak your heart to the Lord. എല്ലാം പറഞ്ഞോളൂ. പക്ഷേ I need to know what pleases God. ദൈവത്തിന് എന്തോ സന്തോഷം വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. Amen. Hallelujah. We need to know what pleases God. Amen. Hallelujah. എന്റെ മോനെ എപ്പോഴും വന്നിട്ട് കുറെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാല് Amen. I won't like it. Though he does that, I won't like it. പക്ഷേ you need to know. അവൻ അറിഞ്ഞിരിക്കണം. അവന്റെ പിതാവായ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് what I like. അപ്പൊ ഞാനും എന്റെ ദൈവത്തെ സന്നിധിക്കുമ്പോൾ I need to know what the Lord likes. What is acceptable. Amen. Hallelujah. ദൈവത്തിന് എന്താണ് സ്വീകാര്യം അത് ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ദൈവം കൈകളോട് പറയുന്നതാണ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചു ശ്രദ്ധിച്ചു. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുമ്പോൾ പ്രസാദമുണ്ടാകില്ലയോ? പ്രസാദമുണ്ടാകുന്നില്ല. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. അതിന്റെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്കാകുന്നു. Amen. Hallelujah. അപ്പൊ ഇതൊരു ക്ലിയർ വാർണിംഗും ഒരു അഡ്വൈസും കൂടെയാണ് നമുക്ക് തരുന്നത്. Amen. Hallelujah. God is giving an advice to each one of us. Amen. Hallelujah. അപ്പൊ നീ
നന്മ ചെയ്യുവാണെങ്കിൽ നീ ദൈവത്തിനെ അറിഞ്ഞ് if you know the Lord, if you know what pleases the Lord, ദൈവത്തെ എന്താണ് സ്വീകാര്യം മനസ്സിലാക്കുവാണെങ്കിൽ നീയും സ്വീകാര്യം ആകത്തില്ലയോ? ആബേലിനെ ഞാൻ സ്വീകരിച്ച പോലെ like I accepted Abel's offering. ആ ഞാൻ സ്വീകരിക്കില്ലയോ? അപ്പൊ നമുക്ക് കാണാം God did not accept the കാരണം നമുക്ക് അറിയാൻ സാധിക്കും God was so ഭയങ്കര പാർഷ്യൽ ദൈവമാണല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൃപയുടെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. How he is telling Cain to come to the Lord. Amen. Hallelujah. Thank you, Lord. Gospel of Matthew, Matthew chapter 22 verses 37 to 40. യേശു അവരോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് വലിയതും ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ദൈവം യേശു ക്രിസ്തു ജീസസ് is giving two commandments. രണ്ട് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. ആദ്യത്തേത് നീ നിന്റെ യഹോവയെ പൂർണ്ണ ആത്മാവോടും മനസ്സോട് സ്നേഹിക്കണം. Snake, you need to love your God with all your heart, soul and strength. രണ്ടാമത്തേത് കൂട്ടുകാരനെ അപ്പൊ യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. യേശു ഇവിടെ എന്താണ് പഴയ നിയമത്തെ കൽപ്പന ഒന്നുകൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ദൈവത്തിന് മുന്നിൽ ഹമ്പിളാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. We love the Lord with all our heart, with all our mind, with all our soul. എല്ലാത്തിനും നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് മുന്നിൽ നമ്മൾ ഹമ്പിളാകാൻ പറ്റുന്നുണ്ട്. പക്ഷെ യേശു എന്താണ് ഒരു കമാൻഡ്മെന്റ് ഇവിടെ എടുത്തു. നമ്മുടെ കൂട്ടുകാരനെ ലവ് അതൊന്നും വായിക്കാറ്. യേശു അവരോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പൊ ഒന്നാമത്തെ കൽപ്പന തന്നു നമുക്കറിയാം. അത് ആദ്യം പഴയ നിയമത്തിൽ ഒരു മാറ്റവുമില്ല, അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ കൂട്ടി തന്നു എന്താണ്? നീ നിന്നെ പോലെ തന്നെ നിന്റെ സുഹൃത്തുക്കളെ സ്നേഹിക്കുക. പിന്നെ പറയുന്നത് ലവ് യുവർ എനിമീസ് എന്ന് പറയോടെ. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഭാഗം മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. മറ്റേ നമ്മളെ പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് സ്നേഹിക്കുക. നമുക്ക് ഏറ്റവും പാടുള്ള കാര്യം എന്താണ്? അത് തന്നെയാണ്. അവരെ അതുപോലെ സ്നേഹിക്കുക. നമ്മുടെ ഫ്രണ്ട്സിനെ അതുപോലെ സ്നേഹിക്കുക. നമ്മുടെ അയൽവക്കക്കാരെ അതുപോലെ സ്നേഹിക്കുക. നമ്മുടെ ബന്ധുക്കാരെ അതുപോലെ സ്നേഹിക്കുക. നമ്മുടെ സ്വന്തക്കാരെ അതുപോലെ സ്നേഹിക്കുക. നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അതുപോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എനിക്ക് എഴുതപ്പെടാനാണ് പാടുള്ളത്. To humble myself in the second commandment is difficult. പക്ഷേ ഒന്നാമത്തെ കമാൻഡ്മെന്റ് നമ്മളെല്ലാം 100% പെർഫെക്റ്റ് ആണ്. ഒന്നാമത്തെ ഫസ്റ്റ് കമാൻഡ്മെന്റ് we are perfect. ഒരു സംശയമില്ല. പക്ഷേ രണ്ടാമത്തെ കൽപ്പനയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് യേശു അതുകൂടെ ചേർത്തത്. ബിക്കോസ് അത് ചേർത്തില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? ഞാൻ എന്റെ ഹ്യൂമൻ ഇമോഷൻസിലാണ് ഞാൻ നടക്കുന്നത്. എന്റെ ഇമോഷൻസ് ആണ് അവിടെ വരുന്നത് മൊത്തം. എന്റെ ജഡത്തിന്റെ ഓരോ എല്ലാ ഇമോഷൻസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ ജഡത്തിന്റെ എല്ലാ സ്വഭാവവും നമ്മൾ വരുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശുവിനെ നമുക്ക് സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഒരു സംശയം എനിക്കില്ല. എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാനായിരിക്കും ആദ്യത്തെ ആൾക്കാരെ ഒക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടെ വരുമ്പോഴത്തേക്കാണ് എന്റെ ഹ്യൂമൻ ഇമോഷൻസ് ആണ് എല്ലാം വരുന്നത്. എന്റെ ജഡത്തിന്റെ ഓരോ കാര്യങ്ങളാണ് വരുന്നത്. അവിടെയാണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് യേശുവിനെ ആവശ്യമുള്ള യു ഹാവ് ടു മാസ്റ്റർ ഓവർ ഇറ്റ്. ഉൽപ്പത്തിയിൽ പറഞ്ഞത് അതിന്റെ മേൽ നിൽക്കുക, അതിനെ ഓവർ പവർ ചെയ്യണം. അത്
Sin is at your door. പാപം നിങ്ങളുടെ വാതിൽക്കൽ തന്നെയുണ്ട്. നീ അതിനെ കീഴടക്കണം. അപ്പം പാപം എന്ന വാതിൽക്കൽ തന്നെയുണ്ട്. നീ അതിനെ കീഴടക്കണം. ആ കീഴടക്കണം എന്താണ്? അപ്പം യേശു പറയുന്നത് നിന്ന സുഹൃത്തുക്കളെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കണം. അപ്പം മറ്റുള്ളവരെ കാണുമ്പോൾ I need to love them as I love myself. Amen. Hallelujah. അപ്പം രണ്ടാമത്തെ കൽപ്പന അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് സമർപ്പിക്കണം. Surrender yourself because എന്താണ്? പാപം നമ്മുടെ വാതിൽക്കൽ തന്നെയുണ്ട്. പാപം നമ്മുടെ വാതിൽക്കൽ തന്നെയുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും കൈപ്പോട്ടെങ്കിൽ ദൈവം പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത്തെ കൽപ്പന അവരെ ഞാൻ എന്നെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കണം. I need to love them. Amen. Hallelujah. I need to എനിക്ക് അവരെ തന്നെ സ്നേഹിക്കണം. എന്നോട് അവരെ മോശപ്പെട്ടതായിരിക്കും, എന്നെ അവരെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞതോട് യേശു പറഞ്ഞ അവരെയും സ്നേഹിക്കുക, അവരെയും സ്നേഹിക്കുക. You have to love them. Amen. Hallelujah. എന്നാലേ ഉള്ളൂ എനിക്ക് ഇത് കീഴടക്കാൻ പറ്റത്തുള്ളൂ. കാരണം വാതിൽക്കൽ തന്നെ പാപം വരുന്നുണ്ട്. It is on the door itself. Sin is there. എത്രയൊക്കെ മനസ്സിലാവുന്നത്? Amen. Hallelujah. I need to. Amen. കാരണം ദൈവം എന്താ നമ്മളെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരണം. It is for God's purpose. It is for God's purpose. Amen. Hallelujah. Thank you, Lord Jesus, the Lord. രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 2 Peter chapter 3 verse 9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. ദീർഘക്ഷമ കാണിക്കുന്നത് The Lord is not slow about his promise. Some sound slowness, but is patient towards you. Not waiting for any revelation, but for all to come to repentance. അപ്പൊ എല്ലാവരും മാനസാന്തരത്തിൽ അവരുടെ കൈകൊണ്ട് ദൈവം പറയുന്നതാണ്. നീയും കൈയും ആ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. God wants Cain to come into repentance and understand his problem. ആ ഒരു ഡയലോഗാണ് അവിടെ നടക്കുന്നത് ദൈവം കൈനോട്. പക്ഷെ നമുക്ക് 16-ാമത്തെ വാക്യത്തിൽ വരാം. That's from verse 16. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതൊരു കിഴക്ക് നോർത്ത് ദേശത്ത് ചെന്ന് പാർത്തു. അങ്ങനെ കൈനോട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോയി എവിടെ? നോർത്ത് എന്ന ദേശത്ത് ചെന്ന്. നോഡ്. He went to the land of Nod. ഇംഗ്ലീഷിൽ നോഡിന്റെ അർത്ഥം വാണ്ടറർ ആണ്, അലയുന്ന സ്ഥലം. അപ്പൊ ദൈവം കൈനോട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എങ്ങോട്ടാ പോയത്? അലഞ്ഞ് തിരിഞ്ഞ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ മാറിയിട്ട് അലഞ്ഞ് തിരിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി. നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ എന്തോ ചെയ്യാൻ സംഭവിക്കുന്നത്? നമ്മൾ ആ ദൈവത്തിന്റെ പദ്ധതിയിൽ മാറിയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ wanderers. നമ്മൾ ഒരു wanderer-ആയി മാറുകയാണ്. Hallelujah. Thank you, Lord. ഈ wanderer ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൈനോട് പറയുന്നത്. നീ ദൈവത്തിന്റെ ഇത് അന്വേഷിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യുവാണെങ്കിൽ നീ സ്വീകാര്യനാകത്തില്ല. You will also reach into the purpose. അതാണ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. I want to preach the same thing. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അലഞ്ഞ് തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. Not to be wanderers but to come to the purpose of the Lord. Amen. അലഞ്ഞ് തിരിച്ച് നമ്മൾ നടന്നിട്ടുണ്ട്. പക്ഷെ ദൈവം ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് വരാൻ. Come back to the purpose of the Lord. Come back to the purpose of the Lord. ദൈവത്തിന് ആ കൂട്ടായ്മ വിട്ട് പോയിട്ടുണ്ട്, ഫെലോഷിപ്പ് വിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് പകൽക്കാലം എന്താണ്? എനിക്ക് ആ കൂട്ടായ്മയാണ് വേണ്ടത്.
നിൽപ്പുണ്ട്. Amen. Hallelujah. പാപം എന്റെ വാതിൽക്കൽ ഇരിപ്പുണ്ട്. അദ്ദേഹം you have to master it. Amen. Hallelujah. നിങ്ങൾ അത് കീഴ്പ്പെടുത്തുക. Amen. Hallelujah. Thank you Lord Jesus. നമുക്ക് ഉൽപ്പത്തിയിലേക്ക് ചേർന്നാണ് പറഞ്ഞത്. അത് 13-15 വാക്യങ്ങൾ. 13 കയ്യിൽ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നടയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യിലെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കയ്യിനെ കാണുന്നവനാരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം. നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ സംഭവിക്കാറില്ല. പക്ഷേ മൈ കോർ മെസ്സേജസ് വാണ്ടറാണ്. അരഞ്ഞ് തിരിഞ്ഞ് നടക്കാതിരിക്കുക. അപ്പം പണിഷ്മെന്റ് എന്നോട് എനിക്ക് തന്ന പണിഷ്മെന്റ് എനിക്ക് സഹിക്കാവുന്നതിനെക്കാട്ടും വലുതാണ്. ഞാൻ ദൈവത്തിന്റെ ഇത് ഞാനൊരു അലഞ്ഞു തിരിഞ്ഞ ആളായി മാറിയപ്പോൾ നമുക്കറിയാം ദൈവം ആദ്യം ഒരു അഡ്വൈസോ ഒരു വാർണിംഗോ കൊടുത്തു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എന്തോ സംഭവിച്ചത്. ആബേലിനെ കൊന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തോ പറയുന്നത് എനിക്ക് തന്ന പണിഷ്മെന്റ് is greater than I can bear. Surely you have driven me out of this from this day and from the face of the ground. I shall be hidden from your face. അപ്പൊ നമ്മുടെ ഈ പാപം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് നമ്മൾ എവിടെ അലഞ്ഞു തിരിഞ്ഞ ഒരു ആൾക്കാരായി മാറുന്നു. ദൈവത്തെ സന്നിധി നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് വരുന്നത്. ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയിൽ, ഒരു കവറിംഗ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. നമുക്ക് ആർക്കും എനിക്ക് ഇത്രയും നാളും പറയാൻ പറ്റുമല്ലോ എന്റെ അപ്പ പിതാവിന്റെ കൂടെയുണ്ട്. പക്ഷെ പാപം ചെയ്യുമ്പോൾ പാപം എവിടെ ഇരിക്കുന്നത്? എന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ആ പാപത്തിലേക്ക് വരുമ്പോഴത്തേന് എന്തോ പറ്റുന്നത്? എനിക്ക് ആ കവറിംഗ് നഷ്ടപ്പെട്ടു പോവാണ്. എനിക്ക് ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു പോവാണ്. എനിക്ക് ദൈവം തന്ന ഓരോ പ്രോമിസസ് നഷ്ടപ്പെട്ടു പോവാണ്. എന്നിട്ട് എന്താണ് ഞാൻ അലഞ്ഞു തിരിഞ്ഞ ഒരു ആളായി മാറുന്നു. ആർക്കും എന്നെ എന്റെ വഴിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായി മാറുവാണ്. അതാണ് കെയ്ൻ പറഞ്ഞത് I am going. പക്ഷെ അന്നാലും നമുക്ക് ആ ദൈവത്തിന്റെ ഒരു കൃപ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കുകയാണ്. ആരും കെയ്നെ കൊല്ലാൻ പാടില്ല. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിന് ഇപ്പോഴും ആഗ്രഹമുണ്ട് കെയ്നൊന്നും മടങ്ങി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര പോയാലും നമ്മൾ നശിച്ചു പോകാനല്ല. അതാണ് നമ്മൾ 2 പത്രോസ് 3-9 വാക്യം വായിച്ചത്. ആരും നശിച്ചു പോകാതെ none should perish, everyone should come to repentance. Amen. Hallelujah. ആ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് Amen. Hallelujah. ആ ആഗ്രഹമാണ്. അതാണ് ദൈവത്തിന്റെ ഹൃദയം. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആരും നശിച്ചു പോകല്ല. നമ്മൾ മാറി പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ആ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരണം. they should come to the repentance. Amen. Hallelujah. കൈയിലെ ദൈവം ഒരു അടയാളം കൊടുത്തു. ആരും കൊല്ലരുത്. Amen. Hallelujah. അവന്റെ സഹോദരനെ കൊന്നു. പക്ഷെ കൈയിലെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഒരു അടയാളം വിട്ടു കൊടുത്തു. അവൻ മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. that he might come back to repentance. ആ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു അവസരം ദൈവം കൈയിൽ കൊടുത്തു. പക്ഷെ 16-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി. 16-ാമത്തെ വാക്യം. അങ്ങനെ കൈൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് നോദേശത്ത് എന്ന് പാർത്തു. Amen. Amen. From that moment, then Cain went out. ഒരു മാനസാന്തര ഒരു റിപ്പന്റൻസിന് ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ കെയ്ൻ എവിടെ പോയി? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോയി. ഇത് പോയത് കൊണ്ടാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു സ്ഥലത്തേക്ക് പോയി. Hallelujah. Thank you, Lord Jesus. We praise you, Lord Jesus, alone. We praise you, Lord Jesus, alone. ആ ദൈവസന്നിധിയിൽ നിന്നാണ് മാറിപ്പോയത്. Amen. മാനസാന്തരത്തിന്റെ ഓരോ അവസരവും കൈ നഷ്ടപ്പെട്ടു പോയി. ആദ്യം ഒരു അവസരം കൊടുത്തു, രണ്ടാമത്തെ ഒരു അവസരം കൊടുത്തു. പക്ഷേ കൈ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. You and me, myself, we need to understand. നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം, ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരവും നമ്മൾ ഓരോ പ്രാവശ്യം
സ്നേഹികളെ നമ്മളോട് അത് കീഴ്പ്പെടുത്തുന്നത് എല്ലാം പഠിക്കണം. You have to master it. You have to master it. നമുക്ക് തിരിച്ച് എഫെസ്യർ 6:1 നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടം. ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് പോരാട്ടം. നമുക്ക് പോരാട്ടം അല്ലേ? ഇംഗ്ലീഷിലേക്ക് ഞാൻ അതൊന്ന് വായിച്ചു. For we wrestle not. അല്ലേ? അപ്പൊ അവിടെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നുണ്ട് അല്ലേ? പക്ഷെ ആ പോരാട്ടം ആരോടല്ലാത്തതാണ്? ജഡരക്തത്തോട്. അപ്പൊ പോരാട്ടം ഇറ്റ് ഈസ് ഓൾവേസ് നമ്മുടെ മാനസാന്തരം ഓർത്തോണം. ശ്രദ്ധിച്ചോണം, നമ്മുടെ മാനസാന്തരം, our repentance, it is violent. Violence എന്ന് പറയുമ്പോൾ കത്തിക്കുത്തോ അടിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അത് ഓർത്തോളം നിങ്ങൾ പോകരുത്. It is violent because എന്റെ എവിടെയാണ് ഇരിക്കുന്നത്? വാതിൽക്കലാണ് പാപം ഇരിക്കുന്നത്. It is on the door. അപ്പം ഈ എന്റെ for we do not wrestle പന്ത്രണ്ട് വെച്ചു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളോടല്ല, ഇതിനോടല്ല നമ്മുടെ പോരാട്ടമുള്ളത്. ലോകത്തെ പോരാട്ടം ജഡരക്തങ്ങളോട്. പക്ഷെ നമ്മുടെ പോരാട്ടം ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർണ്ണാമത്തിലെ ദുഷ്ടാത്മ സേനയോടും. For we do not wrestle not against flesh and blood but against wrestling ഉണ്ട്, ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ആരോടാണ്? Principalities, against power, against rulers of the darkness of the world, against spiritual wickedness in high places. അപ്പൊ എത്ര വലിയ പോരാട്ടമാണെന്ന് ഓർക്കണം. ഇതിനോട് എല്ലാമാണ് നമ്മുടെ പോരാട്ടമുള്ളത്. ഒന്നും ഉറക്കം വായിച്ചോളൂ. അപ്പൊ ഒരു പോരാട്ടം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒരു പോരാട്ടമാണ് ഇത്. എല്ലാ ദിവസവും നമുക്കൊരു പോരാട്ടമുണ്ട്. നമ്മുടെ മാനസാന്തരം ഒരു വയലന്റ് നേച്ചറാണ്. ലോകത്തെ വയലൻസ് അല്ല, പക്ഷെ വചനപ്രകാരമുള്ള വയലൻസ് ആണ്. ഏതാണ്? ഇതിനോടെല്ലാം ഞാൻ പോരാടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണ്? പാപം എന്റെ വാതിൽക്കൽ തന്നെയുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ പോരാടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. I need to wrestle. Amen. Hallelujah. I need to wrestle. ഞാൻ ഇത് പോരാടിക്കൊണ്ടിരിക്കണം. കാരണം എന്താണ്? ഞാൻ ആ പോരാട്ടം എങ്ങനെയാണ് വരുന്നത്? How do I wrestle against all these things? എങ്ങനെയാണ് ഞാൻ wrestle ചെയ്യേണ്ടത്? Fellowship. അത് wrestle ചെയ്യേണ്ട വേറെ ഒന്നുമല്ല. എനിക്ക് ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ വേണം. എനിക്ക് ആ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ വേണം. എന്റെ ഓരോ സമയത്തും കർത്താവേ, I need you. ഞാൻ അറിയുന്നത് നമ്മൾ മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ 5-ാമത്തെ വാക്യം എന്നോട് എടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നത് അല്ല, 7-ാമത്തെ വാക്യം. എനിക്ക് ആഗ്രഹമുള്ളത് എന്നെ what is acceptable, what is pleasing, and believing in me. Amen. അത് ചെയ്യുവാണെങ്കിൽ you will also be acceptable. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ പോരാടുന്നത്. അല്ലാതെ ഞാൻ ഒരു വയലന്റ് നേച്ചർ അല്ല ആകുന്നത്. നമ്മുടെ മാനസാന്തരം വയലന്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ എന്റെ കൂട്ടായ്മ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. I am going to increase my fellowship with the Lord. Amen. ആ ഒരു കൂട്ടായ്മയാണ് എനിക്ക് വേണ്ടിയത്. Amen. Hallelujah. ലോക ജനരക്തങ്ങളോടൊന്നും അല്ല. അപ്പൊ എന്റെ കൂട്ടായ്മ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കണം. I need to have that fellowship with the Lord. എനിക്ക് വേണം. കാരണം എന്താണ്? എനിക്കറിയാം പാപം എന്റെ വാതിൽക്കൽ തന്നെയുണ്ട്. It is on the doorstep. ദൈവം പറഞ്ഞത് you have അത് കീഴ്പ്പെടുത്താൻ പഠിക്കണം. You have to master it. Amen. അത് മാസ്റ്റർ ചെയ്യാൻ എനിക്ക് വേറെ ബൈബിൾ കോളേജ് ഒന്നും വേണ്ട. I don't need to study anything. ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. I only need to increase my fellowship. എന്റെ ഒരു കൂട്ടായ്മ ദൈവമായിട്ട് കൂട്ടിയാൽ മാത്രം മതി. Amen. Hallelujah. ഈ കൂട്ടായ്മ കൂട്ടുമ്പോൾ തന്നെ Amen. Hallelujah. ഈ ഒരു പോരാട്ടമാണ്. The wrestling happens. അത് എന്നിൽ കൂടെ അല്ല, അത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. Amen. Hallelujah. വിശ്വസിക്കുന്നവർ സ്തോത്രം പറയട്ടെ. Amen. Hallelujah. Thank you Lord. So the wrestling happens. Amen. Hallelujah. എല്ലാ ദിവസവും ഒരു പോരാട്ടമാണ്. You and I need to understand. ഞാൻ ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ട് ആണ്.
വന്നത്. Amen. Hallelujah. ആ യുദ്ധക്കളത്തിൽ എപ്പോഴും എന്നുള്ള ഈ പോരാട്ടമാണ്. പക്ഷെ പോരാട്ടം നടക്കുന്നത് എവിടെയാണ്? I fellowship with the Lord. I fellowship with the Lord. Amen. Hallelujah. Thank you, Lord. ഇത് വേറെ ഒരു മാർഗമില്ല. ഇത്രയും സിമ്പിൾ മാത്രമാണ്. Amen. Hallelujah. ഓരോ പ്രാവശ്യം ഞാൻ ദൈവത്തിൽ ഇരിക്കുമ്പോൾ Amen. Hallelujah. ദൈവം എന്നെ കാണിച്ചു തരും. Amen. Hallelujah. Hallelujah. ദൈവത്തെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. I don't have any doubt that somebody is hating the Lord over here. Here, God's word, but what did Jesus say? നിങ്ങളുടെ സുഹൃത്തുക്കളെ അവ ഈ ഫെലോഷിപ്പ് കുടുംബത്തിൽ ദൈവം എന്നെ തന്നെ കാണിച്ചു തരും. God will reveal to us. Amen. Hallelujah. God will reveal to us ഓരോ കാര്യങ്ങളും. Hallelujah. എന്റെ ജനത്തിൽ ഞാൻ എവിടെയാണ് വീണ് പോകുന്നത് ദൈവം എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. Hallelujah. Every moment, every second. Amen. Hallelujah. ഈ റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ